discuss about the economy of Mauryan Empire. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മെഗസ്തനീസ് ഇൻഡിക്ക, അശോകൻസ് ഇൻസ്ക്രിപ്ഷൻ, ആർക്കിയോളജിക്കൽ റിമെയിൻസ് ആൻഡ് കൗഡില്യാസ് അർത്ഥശാസ്ത്ര ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ എക്കോണമി ഓഫ് മൗര്യൻ എംപയർ. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടന നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്ന ഗ്രന്ഥം, അശോകൻ്റെ ശിലാലിഖിതങ്ങൾ, പുരാവസ്തു അവശേഷിപ്പുകൾ, കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം എന്നിവയാണ്. മൗര്യൻ എംപയേഴ്സ് എക്കോണമി ഈസ് ദ ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് ത്രൂ ദീസ് സോഴ്സസ്. മേൽപ്പറഞ്ഞ ഉറവിടങ്ങളിലൂടെ നമുക്ക് മനോഹരമായി വ്യക്തമാക്കി മൗര്യ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടന മനസ്സിലാക്കാം. ഹാവിങ് എ ലാർജ് ആർമി and equally impressive administrative structure, this enormous empire required a lot of money and resources to maintain. വലിയ ഒരു സൈന്യം തന്നെ മൗര്യ രാജവംശത്തിനുണ്ടായിരുന്നു. അതിനെ കൈകാര്യം ചെയ്യുന്നതിന് അത്രത്തോളം അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഭരണത്തിലും നൈപുണ്യമുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ധാരാളം പണവും ആവശ്യമായിരുന്നു. An economic system dominated by state allowed for the mobilization of vast sums of money. സാമ്പത്തിക ഘടന പ്രധാനമായും വലിയ തോതിലുള്ള പണം നേടിയെടുക്കുന്നതിന്, പിരിച്ചെടുക്കുന്നതിനുള്ള വഴികൾ അവർ കണ്ടെത്തിയിരുന്നു എന്നുള്ള. The products were manufactured and distributed in Maurya state. പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യപ്പെട്ടിരുന്നു മൗര്യ സാമ്രാജ്യത്തിൽ. During the Mauryan period, the state's revenue collection system was well established. രാജ്യത്തിൻ്റെ നികുതി പിരിവ്, അതുപോലെ മറ്റ് പണം കണ്ടെത്തുന്നതിനുള്ള ഉറവിടങ്ങളൊക്കെ വലിയ രീതിയിൽ മൗര്യ സാമ്രാജ്യത്തിൽ നടപ്പിലാക്കപ്പെട്ടിരുന്നു എന്ന് അർത്ഥശാസ്ത്രത്തിൽ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. അഗ്രേറിയൻ എക്കോണമി. Farming and agrarian sector provide the bulk of their economic output. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ഉറവിടം എന്ന് പറയുന്നത് കാർഷിക മേഖല തന്നെയാണ്. കൃഷിയും കാർഷിക മേഖലയുമാണ്. For the first time, Maurya dynasty controlled both the Indus and Ganga river, which supported the major agrarian community. ആദ്യമായി മൗര്യ സാമ്രാജ്യം സിന്ധു നദിയുടെ പ്രദേശങ്ങളും ഗംഗാ നദിയുടെ പ്രദേശങ്ങളും കൈവശപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്തു. ഇത് കാർഷിക സമുദായത്തിൽ നിന്നുള്ള വലിയ സാമ്പത്തിക ഉറവിടം മൗര്യ സാമ്രാജ്യത്തിലേക്ക് എത്തിച്ചു. The Siddhaധ്യക്ഷ or Superintendent of Agriculture oversaw the royal farms, which were a major source of revenue royal treasury. കാർഷിക മേഖലയെ മേൽനോട്ടം വഹിക്കുന്നതിന് ഒരു സൂപ്രണ്ടിനെ വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെട്ടിരുന്നത് സിദ്ധാധ്യക്ഷ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ രാജാധികാരത്തിന് കീഴിലുള്ള കാർഷിക മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു വരുമാനം റോയൽ ട്രഷറിയിലേക്ക് എത്തിച്ചിരുന്നു. മെഗസ്തനീസ് ടെൽസ് us tattlers of the soil are most popular group. Maurya civilization relied heavily on agriculture to maintain its civil and military infrastructure. മെഗസ്തനീസ് പറയുന്നത് താറ്റിലേഴ്സ് ആണ് പ്രധാനമായും മണ്ണിൽ ജോലി ചെയ്തിരുന്ന ജനവിഭാഗം. മൗര്യ സംസ്കാരത്തിൽ കാർഷിക മേഖലയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സൈനിക മേഖലയുടെ സഹായമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും സഹായമുണ്ടായിരുന്നു. വിച്ച് ഈസ് വൈ കൾട്ടിവേറ്റേഴ്സ് വർ ലാർജസ്റ്റ് കാറ്റഗറി ഇൻ മൗര്യ സെൻസസ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയും കർഷകരും തന്നെയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിൻ്റെ പ്രധാന ഉറവിടം.
tax paid by farmers and landowners. In addition to the state agricultural activities were also paid by private landowners and farms and landowners. നികുതി കർഷകരും ഭൂവുടമകളും രാജ്യത്തിന് അടയ്ക്കുന്നതിന് പുറമെ കാർഷികമായ പ്രവൃത്തികൾക്കും നികുതി അടയ്ക്കണമായിരുന്നു. ഹണ്ടേഴ്സ് ആൻഡ് ഷെപ്പേർഡ്സ് ഹെൽപ്ഡ് ഗവൺമെൻറ് ടു കൾട്ടിവേറ്റ് മോർ ലാൻഡ് ബൈ ക്ലിയറിംഗ് ദ കൺട്രി സൈഡ് ഓഫ് വൈൽഡ് അനിമൽസ്. വേട്ടക്കാരും ആട്ടിടയന്മാരും സർക്കാരിനെ വളരെയധികം സഹായിച്ചിരുന്നു. വന്യമൃഗങ്ങളെ അകറ്റി നിൽക്കാനും കൃഷിയിടങ്ങൾ സുരക്ഷിതമാക്കാനും വേട്ടക്കാരും ആട്ടിടയന്മാരും സഹായിച്ചു. അർത്ഥശാസ്ത്ര also stresses importance of new settlements. So this must have been a major factors in their growth. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പ്രധാനമായി ഊന്നി പറയുന്നുണ്ട് പുതിയ നിവാസ സ്ഥലങ്ങളെക്കുറിച്ച്. പ്രധാനമായും ഈ പ്രദേശങ്ങൾ കാർഷിക അഭിവൃദ്ധിക്ക് പേരുകേട്ടവയായിരിക്കും. എംപയർ എക്കണോമിക് ആൻഡ് ഫിസ്ക്കൽ ഫൗണ്ടേഷൻ വർ ബോൾസ്റ്റേഡ് ബൈ ന്യൂ സെറ്റിൽമെൻറ്റ്. സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയും സാമ്പത്തിക അടിസ്ഥാനവും പ്രധാനമായും പുതിയ മനുഷ്യവാസ പ്രദേശങ്ങളാണ്. However, domestic slaves were common occurrence in wealthy householders even Megasthenes' time. മെഗസ്തനീസിൻ്റെ കാലഘട്ടത്തിൽ വീട്ട് ജോലി ചെയ്യുന്ന അടിമകൾ സാധാരണ എല്ലാ സമ്പന്ന വീടുകളിലും ഉണ്ടായിരുന്നു. സ്ലേവ്സ് ആൻഡ് ഹയർഡ് ലാബേഴ്സ് വർ ബോത്ത് ഇൻക്ലൂഡ് ദ ടേം ദാസ കർമ്മകാര. അടിമകളും വിലക്കെടുത്ത ജോലിക്കാരും ഒരുമിച്ച് വിളിക്കപ്പെട്ടിരുന്ന പദമായിരുന്നു ദാസകർമ്മകാര എന്ന് മെഗസ്തനീസ് സൂചിപ്പിക്കുന്നു. ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ബോത്ത് വർ സബ്ജക്റ്റഡ് ടു ലോട്ട് ഓഫ് ഓപ്പറേഷൻ. അതിനാൽ തന്നെ അടിമകളും വിലക്കെടുക്കപ്പെടുന്ന തൊഴിലാളികളും വളരെയധികം അടിച്ചമർത്തപ്പെടാനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതർ ഇൻഡസ്ട്രീസ് ദാറ്റ് എംപ്ലോയിഡ് സ്ലേവ് ലേബർ ഇൻക്ലൂഡഡ് മൈനിങ് ഇൻഡസ്ട്രി ആൻഡ് സം ക്രാഫ്റ്റ് അസോസിയേഷൻ. കാർഷിക മേഖല മാത്രമായിരുന്നില്ല അടിമകളെ ഉപയോഗിച്ചിരുന്നത്. ഖനന വ്യവസായത്തിലും കരകൗശല മേഖലയിലും അടിമകളെ ഉപയോഗിച്ചിരുന്നു. ആസ് ക്യാൻ ബി സീൻ രുദ്രദാമൻസ് ചുനഗ്രഹ പ്രശസ്തി ഇൻ AD 150. The history of Sudarshana Reservoir shows strong state involvement in irrigation industry during Chandragupta Maurya region as well as Ashoka AD 130 to 150. രുദ്രദാമൻ ജുനഗത് പ്രശസ്തി AD 150 സുദർശന റിസർവയർ ജലസേചനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്. സുദർശന റിസർവയർ, സുദർശന ഡാം അല്ലെങ്കിൽ തടാകം. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലം മുതൽ ഇത് സ്ഥാപിക്കപ്പെടുകയും പിന്നീട് അശോകൻ്റെ കാലം വരെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്തു. AD 130 മുതൽ 150 വരെ. He also decorated the lake with the help of distribute water of nearby agricultural land. അശോകൻ ഈ തടാകത്തെ സംരക്ഷിച്ച് ഇതിലെ ജലം തൊട്ടടുത്തുള്ള കാർഷിക ഗ്രാമങ്ങളിലേക്ക് വിതരണം ചെയ്തിരുന്നു. It was the state's responsibility to provide farmers with local irrigation facilitated to regulate water supply. രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു കർഷകർക്ക് ജലസേചനം നൽകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജലസേചന പ്രവൃത്തി കൃത്യമായി നിയന്ത്രിക്കപ്പെട്ട് ജലം കാർഷിക മേഖലയിലേക്ക് എത്തിച്ചിരുന്നു. അക്കോർഡിംഗ് ടു മെഗസ്തനീസ്, ദ സ്ലൂയിസ് were checked by officers in order to ensure cultivators were given equal amount of water. തടാകങ്ങളിൽ നിന്ന് കനാലുകൾ വഴി ജലമെത്തിക്കുന്നതിന് തടാകങ്ങളുടെ കനാലിലേക്ക് തുറക്കുന്ന ഭാഗത്ത് സ്ലൂയിസ് ഓവുചാലുകൾക്ക് വാൽവുകൾ ഇട്ടിട്ടായിരുന്നു. ഈ വാൽവുകൾ നിയന്ത്രിക്കാനും പരിശോധിക്കാനും ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. തുല്യമായ അളവിൽ തന്നെയാണ് വെള്ളം വിതരണം ചെയ്യപ്പെടുന്നത് എന്നവർ ഉറപ്പുവരുത്തുമായിരുന്നു. ദ രജുക്കാസ്
Rejugas were also charged overseeing welfare programs may have been responsible these officers. ഇതിനുവേണ്ടി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നു രജുഗാസ്. Production other resources. In Mauryan Empire, resources were found in non-agriculture sector as well. Recommendation made in Arthashastra and observation made by classical authors suggest that agriculture revenue was supplemented by trade, exploitation of metals and minerals, metalworking and existence of various industries. മൗര്യ സാമ്രാജ്യത്തിൽ കാർഷിക മേഖല മാത്രമല്ലായിരുന്നു വരുമാന സ്രോതസ്സ്. കാർഷികേതര ഉറവിടങ്ങളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. അർത്ഥശാസ്ത്രവും അടക്കമുള്ള ക്ലാസിക്കൽ ഓതേഴ്സിൻ്റെ കൃതികളിൽ പറയുന്നത് അഗ്രികൾച്ചർ റവന്യൂ വ്യാപാരത്തിലൂടെ നേടിയെടുക്കുക, വ്യാപാരത്തെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ ആശ്രയിച്ചുകൊണ്ട് വ്യാപാരത്തിലൂടെയുള്ള വരുമാനം നേടിയെടുക്കുക. അതുപോലെ ധാതു ലവണങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, ലോഹവിദ്യകൾ കൊണ്ടുള്ള വ്യവസായങ്ങൾ, ഇതൊക്കെ മൗര്യ സാമ്രാജ്യത്തിന് വരുമാനം നേടിക്കൊടുത്തിരുന്നു. ഡ്യൂ ടു അബൗണ്ടൻസ് ഓഫ് അയൺ, ഗോൾഡ്, ഡയമണ്ട്സ് ഇൻ ദ സദേൺ ഡെക്കാൻ part of the region that were not particularly comparable to Magadha and Gandhara become economically significant. വളരെ ധാരാളം ഇരുമ്പ്, സ്വർണം, ഡയമണ്ട് എന്നിവ സദേൺ ഡെക്കാൻ പ്രദേശങ്ങളിൽ ലഭ്യമായിരുന്നു. മഗധയോടോ ഗാന്ധാരയോടോ താരതമ്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്രത്തോളമൊക്കെ വരുമാനം ഈ മേഖലയിൽ നിന്ന് ഇവരുണ്ടാക്കിയിരുന്നു. ദ ഡെക്കാൻ ഹാസ് yielded a slew of Ashoka inscription. Ashoka edict have been found in district of Kurnool, Gulbarg, Raichur, Bellary, Chitradurga, which were located both Andhra Pradesh and Karnataka. അശോകൻ മൗര്യ സാമ്രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഡെക്കാൻ പ്രദേശം അശോകൻ്റെ മുമ്പിൽ അടിയറവ് വയ്ക്കുകയും അശോകൻ്റെ ശിലാലിഖിതങ്ങൾ ഡെക്കാണിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. കൂടാതെ കുർണൂൽ, ഗുൽബാർഗ, റൈച്ചൂർ, ബലേരി, ചിത്രദുർഗ തുടങ്ങി ആന്ധ്ര, കർണാടക പ്രദേശങ്ങളിൽ വരെ അശോക സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗോൾഡ്, അയൺ, ഡയമണ്ട് എന്നിവ ഖനനം ഈ പ്രദേശങ്ങളിൽ നിന്ന് മൗര്യ സാമ്രാജ്യത്തിന് ലഭിച്ചിരുന്നു. പോസിബിളി ഫ്രം ദി പ്രൊവിൻസ് ഓഫ് സുവർണഗിരി, which had the capital of the city, the site near മസ്കി എന്ന് പറയുന്ന സ്ഥലത്തിന് സുവർണഗിരി സ്ഥിതി ചെയ്യുന്നത്. The indication of their interest, the mineral source in the area provided by the miners and mineral products were controlled by government. സുവർണഗിരി എന്നുള്ള പേരിൽ തന്നെ അറിയാം, ഏറ്റവും വലിയ സ്വർണ്ണഗിരി ആയിരുന്നു. അപ്പോൾ ഈ മേഖലയിൽ നിന്നുള്ള ധാതുലവണങ്ങളും ഖനനവും നടക്കുന്നതുകൊണ്ട് പ്രധാനമായും ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഗവൺമെൻറ് നേരിട്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ ചക്രവർത്തി നേരിട്ടായിരുന്നു. ന്യൂ മൈൻസ് were likely to have excavated by Maurya administrators due to evidence of the direct mine supervision by officials. പുതിയ ഖനികൾ കണ്ടെത്തുകയും മൗര്യ ഭരണകൂടം അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. which obviously yield the metallic ore that could be used manufacture of weapon. ലോഹങ്ങളുടെ അയിരുകൾ കണ്ടെത്തുകയും അതുപയോഗിച്ച് ലോഹങ്ങൾ ഉണ്ടാക്കുകയും ആ ലോഹങ്ങളാൽ ആയുധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. മൈനിങ് ആൻഡ് മെറ്റലർജി ആർ കവേർഡ് എക്സ്റ്റെൻസീവ് ഇൻ അർത്ഥശാസ്ത്ര. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഖനനത്തെക്കുറിച്ചും ലോഹനിർമ്മാണത്തെക്കുറിച്ചും വിശാലമായി അവതരിപ്പിക്കുന്നുണ്ട്. Smelting and purification of ores are discussed this article. ലോഹങ്ങൾ ഉരുക്കുന്നതിനെയും ലോഹശുദ്ധീകരണത്തെയും അർത്ഥശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. There are numerous reminders of the importance of mine as a source of wealth and motivation for establishing new settlement. ഖനനങ്ങൾ അല്ലെങ്കിൽ ഖനികൾ എന്ന് പറയുന്നത്
വലിയ തോതിലുള്ള സാമ്പത്തിക ഉറവിടങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പുതിയ പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിനും ഖനന മേഖലയ്ക്ക് സാധ്യത അന്വേഷിക്കുന്നതിനും പ്രോത്സാഹനം നൽകിയിരുന്നു. സുവർണഗിരി ദ മൗര്യാസ് സൗത്തേൺ മോസ്റ്റ് ക്യാപിറ്റൽ. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സദേൺ മേഖലയുടെ തലസ്ഥാനമായിരുന്നു സുവർണഗിരി. ഇറ്റ് വാസ് ലൊക്കേറ്റഡ് എ ഫ്യൂ മൈൽസ് ഫ്രം കോലാർ ഗോൾഡ് ഫീൽഡ്. ഏറ്റവും വലിയ സ്വർണ്ണഖനിയായ കോലാർ ഗോൾഡ് സ്വർണ്ണഖനിക്ക് തൊട്ടടുത്താണ് സുവർണഗിരി ക്യാപിറ്റൽ. ഇൻ കർണാടക, ദ വെസ്റ്റേൺ ആന്ധ്രാപ്രദേശ്, റയമണ്ട് ആൽക്കിൻ ഡിസ്കവേർഡ് ട്രേസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫീൽഡ് that dated back centuries. It possibly here referring Maurya's dynasty. ആന്ധ്രാപ്രദേശിലെ വെസ്റ്റേൺ ആന്ധ്രയിൽ നിന്ന് റയമണ്ട് ആൽക്കിൻ സുവർണ ഖനി കണ്ടെത്തുകയും കൂടാതെ ഗോൾഡ് കൂടാതെ ഡയമണ്ട് എന്നിവ കുഴിച്ചെടുക്കുകയും ചെയ്തു. ഒരുപക്ഷെ ബ്രിട്ടീഷുകാരനായ റയമണ്ട് ആൽക്കിന് അതിന് പ്രചോദനമായത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ രേഖകളായിരിക്കാം എന്ന് പറയപ്പെടുന്നു. The state had a near unrestricted monopoly of the trade, alcoholic beverages and salt. രാജ്യത്തിന് നേരിട്ട് നിയന്ത്രണമില്ലാത്ത ഒരു കുത്തക വ്യവസായമായിരുന്നു ആൽക്കഹോള്, ബീവറേജ്, സാൾട്ട് എന്നുള്ള മദ്യ പാനീയങ്ങൾ, ഉപ്പ് എന്നിവ. ഗവൺമെൻറ് ബിൽറ്റ് ഷിപ്സ് ആൻഡ് റെൻറ്റഡ് ദം ഔട്ട് ടു സെയിലേഴ്സ്, മർച്ചൻ്റ് അലൈക്ക്. മറ്റു വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആയിരുന്നു കപ്പലുകൾ ഉണ്ടാക്കിയിരുന്നത്. ഇത്തരം കപ്പലുകൾ വ്യാപാരത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വാടകയ്ക്ക് നൽകുകയായിരുന്നു ഗവൺമെൻറ് അല്ലെങ്കിൽ ചക്രവർത്തി ചെയ്തിരുന്നത്. ആൾ ഓഫ് ദീസ് കോൺട്രിബ്യൂട്ടഡ് എക്കണോമിക് ഗ്രോത്ത്. ഇതും സാമ്പത്തിക വരുമാനം നേടുന്നതിന് സഹായിച്ചു. ടാക്സ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ്. നികുതി നേടുന്നതിനും സർക്കാരിനെ സഹായിച്ചു. ട്രേഡ് ഡ്യൂറിങ് മൗര്യൻ period supported by literary evidence as well as widespread use of northern black polished ware. വ്യാപാരങ്ങളെ കുറിച്ച് സാഹിത്യ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു പദാർത്ഥം എന്നുള്ള വസ്തുത നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ NBPW ഇവിടെ ഉപയോഗിക്കപ്പെട്ട പാത്രങ്ങളാണ്. അതുപോലെ പഞ്ച് മാർക്ക്ഡ് കോയിനുകൾ മൗര്യ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. As a type of pottery, it comes after painted graveware, but more advanced technology. പെയിൻറ്റഡ് ഗ്രേവെയറിന് ശേഷം ഉടലെടുത്ത ഒന്നാണ് ഇത്. കുറച്ചുകൂടി പുതുമയുള്ള മൺപാത്രങ്ങളായിരുന്നു. നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ ഈസ് ജനറലി അക്സെപ്റ്റഡ് how they existed between 600 BC to 100 BC. NBPW പാത്രങ്ങൾ BC 600-നും BC 100-നും ഇടയിലാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഗ്രേവെയർ, പെയിൻറ്റഡ് ഗ്രേവെയർ അതിനുശേഷം രൂപം കൊണ്ടതാണ്. മൗര്യ സാമ്രാജ്യം ആരംഭിക്കുന്നത് BC 300-കളിലാണ്. There have been found most frequently with the iron object in the middle of Ganga plain, but they have also found elsewhere in the empire. ഗംഗാ സമതലത്തിൽ ഇരുമ്പ് ആയുധങ്ങൾ നമ്മൾ കണ്ടതാണ്. മൗര്യ സാമ്രാജ്യത്തിലുടനീളം അത്തരം ലോഹവസ്തുക്കൾ ഉണ്ടായിരുന്നു. സിൽവർ ഓർ കോപ്പർ വെർ മെറ്റൽസ് യൂസ്ഡ് ടു മേക്ക് പഞ്ച് മാർക്ക്ഡ് കോയിൻസ്. മൗര്യ സാമ്രാജ്യത്തിലെ കറൻസി പഞ്ച് മാർക്ക്ഡ് കോയിനുകളായിരുന്നു. ഇത് രൂപപ്പെടുത്തിയിരുന്നത് സിൽവറിലായിരുന്നു, വെള്ളിയിലായിരുന്നു, അതുപോലെ ചെമ്പിലുമായിരുന്നു. വിച്ച് വർ either റൗണ്ട് ഓർ സ്ക്വയർ ഷേപ്പ്. വൃത്താകൃതിയിലോ ചതുരാകൃതിയിലോ ആയിരുന്നു പഞ്ച് മാർക്ക്ഡ് കോയിനുകളുടെ രൂപം. നോ റൂളർ ഓർ പൊളിറ്റിക്കൽ അതോറിറ്റീസ് നെയിംസ് ഇംപ്രിൻറ്റഡ് ദർ. എന്നാൽ ഈ കോയിനുകളിൽ ഭരണാധികാരികളുടെയോ ചക്രവർത്തിമാരുടെയോ പേരുകൾ കൊത്തിവെച്ചിരുന്നില്ല. ഇൻസ്റ്റന്റ് മെറ്റൽ പീസ് വർ പഞ്ച്ഡ് വിത്ത് വേരിയസ് സിംബൽസ് യൂസിങ് സെപ്പറേറ്റ് പഞ്ചസ്. വ്യത്യസ്ത പ്രതീകങ്ങളും അടയാളങ്ങളുമായിരുന്നു ഈ കോയിനുകളിൽ രേഖപ്പെടുത്തിയിരുന്നത്.
ഇറ്റ് ഇൻഡിക്കേറ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് വർ സർക്കുലേഷൻ. സിൽവർ കോയിനുകൾ ധാരാളം കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് വലിയ തോതിലുള്ള ഒരു കറൻസി ആയിട്ട് തന്നെയായിരുന്നു പഞ്ചമാർക്കഡ് കോയിനുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നത് എന്ന് മനസ്സിലാക്കാം. പ്രധാനമായും ട്രേഡ് ബൂമിങ്ങിന്, വ്യാപാരത്തിൻ്റെ വർധനവിന് ഈ പഞ്ചമാർക്ക് കോയിൻ ഉപയോഗിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ കാരണമായി എന്നുള്ളതാണ്. ദ ഡിസ്കവറി ഓഫ് കോപ്പർ കാസ്റ്റ് കോയിൻസ് ഫ്രം മൗര്യ പീരീഡ്. മൗര്യ കാലഘട്ടത്തിൽ ചെമ്പ് നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇറ്റ് വാസ് സ്റ്റേറ്റ് പ്രിറോഗേറ്റീവ് ടു മിൻറ്റ് കോയിൻസ് അർത്ഥശാസ്ത്ര ഇയർ. ഒരു പക്ഷേ അർത്ഥശാസ്ത്ര എഴുതപ്പെട്ട കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയതായിരിക്കും അല്ലെങ്കിൽ അടിച്ചിറക്കപ്പെട്ടതായിരിക്കും ഇത്. എ കോയിൻ പ്രൊഡക്ഷൻ ആൻഡ് സർക്കുലേഷൻ മോണിറ്റർ നോൺ ആസ് രൂപദ്രക്ഷണ, രൂപദാർശക എന്ന് പേരറിയപ്പെടുന്ന രൂപദാർശക എന്ന പേരിലാണ് കോയിൻ സർക്കുലേഷനെ, കോയിൻ നിർമ്മാണത്തെയും കൈകാര്യം ചെയ്തിരുന്നത്. മൗര്യ രാജഭരണമാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ അതിവിശാലമാർന്ന ഏറ്റവും ആദ്യത്തെ കോയിനേജ് ആരംഭിക്കുക, ഇന്ത്യയിൽ കറൻസി സിസ്റ്റം ആരംഭിക്കാൻ കാരണക്കാർ എന്നൊക്കെ പറയപ്പെടുന്നു. ട്രേഡ്, ഗ്ലാസ്, clay and shell beads, as well as agates, carnelians, jaspers, and lapis lazuli beads were among the most popular items trade during the Mauryan expansions of trade. It is said that Bhrigu Ghacha was involved in ivory and shell manufacturing. Madura was also major center for the production of beads. State regulation and control over commerce is strongly advocated by Kaudilya Arthashastra. മൗര്യ കാലഘട്ടത്തിൽ വ്യാപാരത്തിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് പ്രധാനമായും ഗ്ലാസ്, ക്ലേ, ഷെൽ ബീഡുകൾ, അതിനു പുറമെ സെമി പ്രഷ്യസ് സ്റ്റോണുകൾ, അഗേറ്റ്സ്, കാർണേലിയൻ, ജാസ്പർ, ലാപ്പിസ് ലസൂളി ഇവ കൊണ്ടുള്ള ബീഡ്സ്, മുത്തുകൾ, ഇതൊക്കെ വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നു. ബ്രോഷ് എന്നറിയപ്പെടുന്ന ഭൃഗുഗച്ഛ ഐവറി ബീഡ്സുകൾക്ക്, അതുപോലെ ക്രാഫ്റ്റുകൾക്ക്, ഷെൽ മാനുഫാക്ചറിനൊക്കെ പ്രസിദ്ധമായ സ്ഥലമായിരുന്നു. മധുര ബീഡ്സ് പ്രൊഡക്ഷൻ്റെ കേന്ദ്രമായിരുന്നു. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നത് സ്റ്റേറ്റ് വ്യാപാരത്തെ കൃത്യമായി നിയന്ത്രിക്കുകയും അതിനുവേണ്ട നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. The Director of Trade is responsible for overseeing and drafting the state commercial policy. അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് വ്യാപാരത്തെ നിയന്ത്രിക്കാൻ രാജാവ് ഒരു ഡയറക്ടർ ഓഫ് ട്രേഡിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം മേൽനോട്ടം വഹിക്കുകയും വ്യാപാരത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. The Arthashastra appears to have been aware of the revenue generating potential of the trade, both the domestic and foreign. വിദേശ വ്യാപാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആഭ്യന്തര വ്യാപാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായിട്ട് സ്റ്റേറ്റിന് തിരിച്ചറിവുണ്ടായിരുന്നു എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. മെഗസ്തനീസ് tell us that the shipbuilding was the state-owned business under Mauryas. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കപ്പൽ നിർമ്മാണം, ബോട്ട് നിർമ്മാണം ഒക്കെ രാജ്യത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. പിന്നീടത് ആവശ്യക്കാർക്ക് വാടകയ്ക്ക് നൽകുക എന്നുള്ള പ്രവൃത്തിയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മെഗസ്തനീസ് തൻ്റെ ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. നവാധ്യക്ഷ, the officer in charge state maritime supervision is recommended by Arthashastra. അപ്പോൾ ഷിപ്പിംഗ് ഡയറക്ടർ ഉണ്ട്, ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ്, മാരിടൈം ആക്ടിവിറ്റിയെ നിയന്ത്രിക്കാനായിട്ടുള്ളൊരു ഡയറക്ടർ ഉണ്ട്. അതാണ് നവാധ്യക്ഷ എന്നാണ് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. Despite the fact that these facts are not sufficient to explain Maurya's attitude towards sea and maritime trade,
It is possible for Mauryan realms include long stretches of the coastal strips on both the Indian Ocean and Arabian Sea. നമ്മൾ ഈ പറയുന്ന രേഖകൾ പൂർണ്ണമായും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൗര്യ സാമ്രാജ്യത്തിൻ്റെ നേവൽ അല്ലെങ്കിൽ സമുദ്ര വ്യാപാരത്തെക്കുറിച്ച് പരാമർശിക്കാൻ സാധ്യമല്ല. എങ്കിലും വ്യാപാരം അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ വിശാലമായി പടർന്നു പിടിക്കുക അല്ലെങ്കിൽ ഈ ഒരു മേഖലകളെയൊക്കെ കവർ ചെയ്യുന്നൊരു വിശാലമായ വ്യാപാര ശൃംഖല മേഖല തന്നെ ആർക്കുണ്ടായിരുന്നു? മൗര്യ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. Seleucid rule in Persian Gulf was active during the Mauryas' regular contact with Failaka near Bahrain, according to archaeological findings. പുരാവസ്തു അവശേഷിപ്പുകളുടെ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിന് ബഹ്റൈനിലെ അടുത്തുള്ള ഫെയ്ലാക്കയുമായി ബന്ധമുണ്ടായിരുന്നു, വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്ന്. When it comes to interpreting Mesopotamian Indian relation in Hellenistic period, Failaka collection has wide range of Indian artifacts like molded pottery, stamped potteries, black washed potteries and so on. മെസപ്പൊട്ടോമിയ ഇന്ത്യൻ ബന്ധത്തെ അടിസ്ഥാനമാക്കി പ്രത്യേകിച്ചും ഹെലനിസ്റ്റിക് കാലഘട്ടത്തിൽ മെസപ്പൊട്ടോമിയ ഇന്ത്യയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്നതിനുള്ള പ്രധാന തെളിവായിരുന്നു ഫെയ്ലാക്കയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള മൗൾഡഡ് പോട്ടറികളും സ്റ്റാമ്പ്ഡ് പോട്ടറികളും ബ്ലാക്ക് വാഷ്ഡ് പോട്ടറികളും. There is the evidence of Indian goods being traded during the Seleucid rule in many Hellenistic sources. For example, offerings of Seleucus I to the temple of Apollo in Didyma in 288 BC included frankincense, myrrh and cassia, cinnamon, costus. ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളിൽ പലതും സെലൂക്കസ് ഒന്നാമൻ അപ്പോളോയുടെ ടെമ്പിളായിട്ടുള്ള ദിദേമയിൽ സമർപ്പിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും BC 288-87 കാലഘട്ടത്തിൽ. ഇത് ഹെലനിസ്റ്റിക് വേൾഡിന് മൗര്യ കാലഘട്ടത്തിൽ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തെ സൂചിപ്പിക്കുന്നതിനുള്ള തെളിവുകളാണ്. എക്സ്ട്രാക്ഷൻ ഓഫ് റവന്യൂ റിസോഴ്സ്. വരുമാന ഉറവിടങ്ങൾ ഏതൊക്കെയാണ്, ഏതെല്ലാം തലങ്ങളിൽ നിന്ന് വരുമാനം നേടിയെടുത്തിരുന്നു എന്നുള്ളതാണ്. In the Maurya era, a taxation was an important tool for extracting resources. Because the state's normal taxes were not enough to cover all its expenses, it took on and regulated a wide range of economic activities that turned out to be lucrative revenue resources. Customary and new taxes were imposed on large scale. 1/6 or 1/4 of the peasant's income was taxed as a royal share of the harvest. Bali and water tax were imposed in addition to regular bhaga. മൗര്യ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് നികുതി തന്നെയായിരുന്നു. സാധാരണയുണ്ടായിരുന്ന നികുതി രാജ്യത്തിൻ്റെ ചിലവ് നിറവേറ്റുന്നതിന് തികയാതെ വന്നിരുന്നുകൊണ്ട് പലതരത്തിലുള്ള നികുതികൾ സ്ഥിരമായിട്ടുമല്ലാതെയും രാജ്യം നടപ്പിലാക്കിയിരുന്നു. പ്രധാനമായും വലിയ തോതിലുള്ള ചില നികുതികൾ 1% അല്ലെങ്കിൽ 1% നികുതി കർഷകൻ്റെ മുകളിൽ തന്നെയാണ് അടിച്ചേൽപ്പിച്ചിരുന്നത്. പ്രധാനമായും വിളവ് ലഭിക്കുമ്പോൾ ആ വിളവിലെ 1/4 അല്ലെങ്കിൽ 1/6% നികുതിയായിട്ട് ഖജനാവിലേക്ക് എത്തിയിരുന്നു. ബാലി അല്ലെങ്കിൽ വാട്ടർ ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെട്ടിരുന്നു. ഇതൊരു സ്ഥിരമായിട്ടുള്ള നികുതിയായിരുന്നു കർഷകരുടെ മുകളിൽ.
The Rumindale pillar inscription of Ashoka provide ample evidence that Maurya state imposed both Bhaga and Bali. അശോക ശിലാലിഖിതത്തിൽ, പ്രത്യേകിച്ചും സ്തൂപലിഖിതത്തിൽ സൂചിപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു മൗര്യ സാമ്രാജ്യം കർഷകൻ്റെ മുകളിൽ ബാലിയും ഭാഗയും അടിച്ചേൽപ്പിച്ചിരുന്നു. ഭാഗ എന്ന് പറഞ്ഞാൽ എന്താണോ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ ഒരു പങ്ക്. ബാലി എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അടയ്ക്കേണ്ട നികുതി. അപ്പോൾ കിട്ടുന്ന വിളവിൻ്റെ ഒരു പങ്കും അതുപോലെ അല്ലാതെ സ്ഥിരമായി അടയ്ക്കേണ്ട നികുതി ബാലി, ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഭാഗയും ബാലിയും ഉണ്ടായിരുന്നു. പേയിങ് ഇൻ ദി പിണ്ടകാര വിച്ച് ആർ ദ അസസ്മെൻറ്റ് മെയ്ഡ് എ ഗ്രൂപ്പ് ഓഫ് വില്ലേജ് അറ്റ് വൺസ് ആസ് എ മാൻഡേറ്ററി ഫോർ ഫാമേഴ്സ്. ഇനി ഫാമേഴ്സ് മാൻഡേറ്ററി ആയിട്ട് അടയ്ക്കേണ്ട മറ്റൊന്നാണ് പിണ്ടകര എന്ന് പറയുന്നത്. പിണ്ടകര എന്ന് പറയുന്നത് വില്ലേജ് ഗ്രൂപ്പ്സ് ഒന്നിച്ച് പേ ചെയ്യേണ്ടതാണ്. അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് വാട്ടർ അക്വിസിഷൻ, the irrigation cess was not imposed at a flat rate. Customary ferry fees are also significant sources in income. ഇനി വരുമാന ഉറവിടമായിരുന്നു കസ്റ്റംസ് ഫെറി ഫീസുകൾ, കടത്തുകൂലികൾ, ബോട്ടിൽ സാധനങ്ങൾ, കപ്പലിൽ തോണിയിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള നികുതി, അല്ലാതെ അതിനുള്ള കൂലിയൊക്കെ. The guilds of artisans who lived in the capital were also taxed. തലസ്ഥാന നഗരങ്ങളിൽ താമസിച്ചിരുന്ന കരകൗശല വിദഗ്ധർ അല്ലെങ്കിൽ കൈത്തൊഴിൽ ചെയ്തിരുന്ന ആളുകൾ, ഈ കൊല്ലപ്പണികൾ ചെയ്തിരുന്ന ഗോൾഡ് സ്മിത്ത്, ക്രാഫ്റ്റ്, അതുപോലെ മേസൺസ്, സ്കൾപ്ചറിസ്റ്റ്, ആർട്ടിസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാർപ്പൻറ്റേഴ്സൊക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ നികുതി ഉണ്ടായിരുന്നു എന്നാണ്. ബിക്കോസ് സ്റ്റേറ്റ്സ് കൺട്രോൾ ദ ക്രാഫ്റ്റ്സ് ആൻഡ് കൊമേഴ്സ് ആസ് വെൽ ആസ് ദ റിച്ച് ഡിവിഡൻസ് ദേ പെയ്ഡ് ഇൻ ടാക്സസ്. സിറ്റീസ് വെർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കൊമേഴ്സ് ക്രാഫ്റ്റും കൺട്രോൾ ചെയ്തിരുന്ന സ്റ്റേറ്റ് ആയിരുന്നു. അല്ല, ഈ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നും ഒക്കെ എന്ത് ചെയ്യപ്പെടുന്നത്, വിൽപ്പന ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിവിഡൻറ്റ് സ്റ്റേറ്റിന് അവകാശപ്പെട്ടതാണ് എന്നാണ്. അഡീഷണൽ ടാക്സ് സച്ച് ആസ് അസ്പ്രനായ എന്ന് പറഞ്ഞിട്ടൊരു ടാക്സ് കൂടി ഉണ്ട്. ദ ലെവി ടു റിപ്ലനിഷ് ഓഫ് ദ ഡിപ്പൽറ്റഡ് ട്രഷറി എമൗണ്ട് ദ തേർഡ് ഓർ ക്വാർട്ടർ ഓഫ് ദ പ്രൊഡ്യൂസ് ഡിപ്പെൻഡിങ് ദ നേച്ചർ ഓഫ് സോയിൽ. ഇത് മണ്ണിൻ്റെ, കൃഷി ചെയ്യുന്ന മണ്ണിൻ്റെ ഗുണമേന്മയെ അടിസ്ഥാനമാക്കി ഉൽപ്പാദനത്തിൻ്റെ മൂന്നിലൊരു അംശം എന്ത് ചെയ്യുക, നികുതി ആയിട്ട് ഖജനാവിലേക്ക് അടയ്ക്കണം എന്നുള്ളതാണ്. വെറ്റ് ലാൻഡ് ഉണ്ടാവും, ഡ്രൈ ലാൻഡ് ഉണ്ടാവും, അങ്ങനെ ഉള്ള ലാൻഡുകളുണ്ടല്ലോ, ആ മണ്ണിനെ അടിസ്ഥാനമാക്കിയിട്ട്. ടാക്സസ് വർ ഓൾസോ കളക്റ്റഡ് യൂസ് ടു സൂപ്പർവൈസ് ആൻഡ് ലാൻഡ് റിലേറ്റഡ് ക്രാഫ്റ്റ്സ് സച്ച് ആസ് വുഡ് കട്ടേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, ബ്രാസ് വർക്കേഴ്സ്, മൈനേഴ്സ് ബൈ ഗവൺമെൻറ് ഒഫീഷ്യൽസ്. അപ്പോൾ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരുടെ തൊഴിലനുസരിച്ച് വുഡ് കട്ടേഴ്സിനൊരു ടാക്സ് ഉണ്ടാവും, കാർപ്പൻറ്റേഴ്സിനൊരു ടാക്സ് ഉണ്ടാവും, ബ്രാസ് വർക്കേഴ്സിനൊരു ടാക്സ് ഉണ്ടാവും, ഇങ്ങനത്തെ ടാക്സുകളും ഉണ്ട്. Although tax is a burden high and number of tax officials were large, government was able to collect the money. അപ്പോൾ ടാക്സ് ഒരു ബേർഡനാണ്. ഈ ടാക്സ് കളക്ട് ചെയ്യാൻ ഒരുപാട് എന്തുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരെ ആര് വെച്ചിരുന്നു, ഗവൺമെൻറ് വെച്ചിരുന്നു എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു പതഞ്ജലീസ് മഹാഭാഷ്യ, images were made Maurya long for gold. They were longing for gold, which suggests that Maurya administration focused obtaining economic gain from every source. അപ്പോൾ സ്വർണം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ മൗര്യ സാമ്രാജ്യം നടത്തിയിരുന്നു എന്ന് പതഞ്ജലിയുടെ മഹാഭാഷ്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. വരുമാനം കിട്ടാൻ ഏതെല്ലാം ഉറവിടങ്ങളുണ്ടോ അത്തരം ഉറവിടങ്ങളൊക്കെ ഇവർ അന്വേഷിച്ചിരുന്നു എന്നാണ്. The extracted resource were put to use the variety of ways. Many of the resources extracted were used maintaining large administrative machinery and a large standing army. ഇനി ഇത്രത്തോളം വരുമാനം നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ജോലി തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, സൈന്യങ്ങളുണ്ടായിരുന്നു. ഇവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് പണം എത്രത്തോളം വേണ്ടി വരുന്നത്. Even the development of Maurya state was not uniform. Resources was required public welfare project and other aspects states growth.
മൗര്യ സാമ്രാജ്യത്തിൻ്റെ വികാസം പലതലത്തിലാണ്, എല്ലായിടത്തും ഒരേപോലെയല്ല. അപ്പോൾ ഓരോരോ മേഖലയിൽ വളർച്ചയ്ക്കനുസരിച്ച് അതാത് മേഖലയിലെ വെൽഫെയറിന് വേണ്ടിയിട്ട് പണം എന്ത് ചെയ്യായിരുന്നു, ചിലവഴിക്കേണ്ടി വന്നിരുന്നു. പലതും പല മേഖലയാണ്. എഫേർട്സ് വർ മെയ്ഡ് ടു എൻറിച്ച് മെട്രോപൊളിറ്റൻ സ്റ്റേറ്റ് മഗധ ടു ആർഗ്യൂഡ് റിസൾട്ട് റിലേഷൻഷിപ്പ് വിത്ത് അതർ റീജിയൻ ആസ് എക്സ്പ്ലോയിറ്റേറ്റീവ്. അപ്പോൾ അക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായ നഗരമായിരുന്നു മഗധ, ക്യാപിറ്റൽ കൂടിയാണ്. അപ്പോൾ ഈ മഗധയുടെ വളർച്ചയ്ക്ക് പലപ്പോഴും മറ്റുള്ള ഇടങ്ങൾ വലിയ തോതിൽ ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഡെക്കാൻ, ഡെസ്പൈറ്റ് ബീയിങ് പാർട്ട് ഓഫ് മൗര്യ എംപയർ, സ്റ്റിൽ ഡെമോൺസ്ട്രേറ്റ് ദ മെഗാലിത്തിക് കൾച്ചർ പ്രീഡോമിനൻസ്. മൗര്യ കാലഘട്ടത്തിലെ പ്രധാനമായ ഒരു മേഖലയാണ് ഡെക്കാൻ. നമുക്കറിയാം ഡെക്കാൻ എന്താണ്, മെഗാലിത്തിക് കൾച്ചർ നിലനിന്നിരുന്ന ഒരു പ്രവിശ്യയാണ്. അശോക ഇൻസ്ക്രിപ്ഷൻ ത്രൂ ഔട്ട് ദി എംപയർ ഇൻഡിക്കേറ്റ് എംപയർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വെൽ മെയിൻറ്റെയിൻഡ്. മൗര്യ സാമ്രാജ്യം പ്രത്യേകിച്ചും അശോകൻ്റെ കാലഘട്ടത്തിൽ തൻ്റെ സാമ്രാജ്യത്തിലുടനീളം സ്തൂപങ്ങളും ശിലാലിഖിതങ്ങളും ഉണ്ടായിരുന്നു. ഇത് സ്റ്റേറ്റിൻ്റെ പോളിസീസ് അല്ലെങ്കിൽ ഭരണാധികാരികളുടെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. എംപയറുടെ മെസ്സേജുകൾ തൻ്റെ എംപയറിലും മുഴുവൻ സാമ്രാജ്യത്തിലുടനീളം എത്തിക്കാനുള്ള ഒരു ഐഡിയാസ് ആയിരുന്നു ഇത്. ബോത്ത് ഉത്തരപാത ആൻഡ് ദക്ഷിണപാത ഹാഡ് അശോക എഡിക്റ്റ് ലൊക്കേറ്റഡ് എ സ്ട്രാറ്റജിക് പോയിന്റ്. ഇപ്പോൾ രണ്ട് മേഖലകളിൽ ഉത്തരപാതയിലും ദക്ഷിണപാതയിലും അശോകൻ്റെ എഡിക്റ്റുകൾ നമുക്ക് കാണാം. ദീസ് ടു ഇൻസ്ക്രിപ്ഷൻ ഹാഡ് ഇൻ ദി ചമ്പാരൻ ഡിസ്ട്രിക്റ്റ് ഓഫ് ബീഹാർ, ലൗരിയ നന്ദൻഗാർ ആൻഡ് ലൗരിയ അരാരച്ച് clearly show the route of Nepal terrain, where Ashoka epigraphs found Lumbinigrama and Nigalasik Sagara were clearly taken. Bihar Barbar Hills branch went through the Sasaram it way to Benares in Kasobi. All the located അശോക ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ അശോകൻ്റെ ഇൻസ്ക്രിപ്ഷനുകൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളാണ് പറയുന്നത് നമ്മളുടെ. ചമ്പാരൻ ഡിസ്ട്രിക്റ്റ്, ബീഹാറിലെ ചമ്പാരൻ ഡിസ്ട്രിക്റ്റ്, നന്ദഗാർഹ്, ലൗര്യ, അതുപോലെ നേപ്പാൾ ടെറേ വരെ നിലനിന്നിരുന്നു. അതുപോലെ മറ്റൊന്ന് ലുംബിനി നഗര, നമുക്കറിയാവുന്നതാണ് ലുംബിനി നഗര എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. അതുപോലെ ബീഹാറിലെ ബാർബർ ഹില്ലുകൾ, ബനാറസ്, കസൗബി പാതയിൽ ഒക്കെ അശോകൻ്റെ ഇൻസ്ക്രിപ്ഷനുകൾ ഉണ്ടായിരുന്നു. ദ ലൊക്കേഷൻ അശോക എഡിക്റ്റ് ദക്ഷിണപാത ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഉത്തരപാത പറഞ്ഞു. ദക്ഷിണപാതയിൽ ഗുജാര നിയർ ഝാൻസി, സിറ്റി ഓഫ് സാഞ്ചി, വിദിസ, ദിയോത്തക്, വിദർഭ, സൊപാര, നമ്മുടെ കൊങ്കൺ കോസ്റ്റിൽ ഒക്കെ പ്രത്യേകിച്ചും ഒരു പിൽഗ്രിംസ് പാതയും കൂടിയാണ്. അപ്പോൾ ഈ പാതയിലൊക്കെ എന്തുണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യൻ പാതകളിലൊക്കെ അശോക ഇൻസ്ക്രിപ്ഷനുകൾ ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശ് വാസ് മേജർ പ്ലെയർ ഇൻ ദി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. These findings are not only evidence the presence of Ashoka edict, but also the fact the archaeological evidence in the Mind in Kurnool authorized the issues Maurya currency. അതുപോലെ ഈ ആർക്കിയോളജിക്കലായിട്ടുള്ള മറ്റൊരു തെളിവ് എന്ന് പറയുന്ന അശോകൻ്റെ എഡിക്റ്റുകൾ മാത്രമല്ല, കുർണൂലിൽ നിന്ന് ലഭിച്ച മിൻറ്റഡ് കോയിൻസ് ഒരു ഉദാഹരണമാണ്. അക്കോർഡിംഗ് ടു the distribution of Ashoka edicts, the line of interaction went from Kurnool to Raichur Doab, Bellary, Chitradurga district from Kurnool. ഇപ്പോൾ കർണാടക, ആന്ധ്ര, ഇങ്ങനെയുള്ള ഇന്നത്തെ സ്റ്റേറ്റുകളൊക്കെ കവർ ചെയ്യപ്പെട്ടിരുന്ന ഒന്നായിരുന്നു എന്ത്, നമ്മുടെ അശോകൻ്റെ എഡിക്റ്റുകൾ ഇവിടെയൊക്കെ കാണപ്പെട്ടിട്ടുണ്ട്. ദ അതോറിറ്റി ഓഫ് മെഗസ്തനീസ് അഗ്രോണമീസ് set up the pillars every 10 stadia to indicate the length of the road and the distance between them. അപ്പോൾ പ്രധാന പാതകൾ, എത്ര ദൂരങ്ങൾ എന്നൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ ശിലാലിഖിതങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് പില്ലറുകളൊക്കെ നാട്ടിയിരുന്നു എന്നാണ് മെഗാസ്തനീസ് പറയുന്നത് അശോക കാലഘട്ടത്തിൽ. ദ ടു ലാംഖൻ എഡിക്റ്റ് ഓഫ് അശോക വിച്ച് സെർവ്ഡ് എ ഡിസ്റ്റൻസ് മാർക്കർ സപ്പോർട്ടഡ് ദീസ് ക്ലെയിംസ്. അപ്പോൾ ഇതിന്
അനുയോജ്യമായ 2 തെളിവുകളാണ് ലാംഗൻ എഡിക്റ്റുകൾ അശോകൻ്റെ. ഇതിൽ ദൂരവും സ്ഥലവും അടയാളപ്പെടുത്തിയിട്ട് ഉണ്ടായിരുന്നു ഈ പില്ലറുകളിൽ. ഇൻ ഓർഡർ ടു ബിൽഡ് എ മെയിൻറ്റെയിൻ വെൽ ഫങ്ഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റ് മസ്റ്റ് ബി ഫിനാൻഷ്യലി stable. Ashoka's Dharma has also spread mines, taxation, other means as well. അശോകൻ്റെ ധർമ്മനയം നമ്മൾ അറിയുന്ന ധാമ എന്നാണ്. ഈ ധർമ്മനയം അല്ലെങ്കിൽ ധാമ എന്ത് ചെയ്തിരുന്നു, നികുതിയെക്കുറിച്ചും മറ്റും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ ധർമ്മനയത്തിൻ്റെ ഭാഗമായി പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നു, ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ ഗതാഗതം, സഞ്ചാരം, വാണിജ്യം, വ്യാപാരം എന്നുള്ളതിനേക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ദൂരങ്ങളെ അടയാളപ്പെടുത്തിയുള്ള കല്ലുകളൊക്കെ നാട്ടിയിരുന്നത്. ഇതൊക്കെ വ്യാപാരത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അശോകൻ നടത്തിയിട്ടുള്ള ആശയങ്ങളാണ്. A large amount of money were required to hiring the means new employees to undertaking Dharma Yatra, construction religious monuments such as monasteries. ധർമ്മയാത്രയുടെ ഫലമായിട്ട് ധാരാളം പണം ചിലവഴിക്കേണ്ടി വന്നു ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അതുപോലെ മൊണാസ്ട്രീസ് സ്ഥാപിക്കുന്നതിനു വേണ്ടിയൊക്കെ അശോകൻ ചെയ്തിരുന്നു. ഫോർ ദിസ് മണി ന്യൂ റിസോഴ്സസ് മസ്റ്റ് ബി ക്രിയേറ്റഡ്, എക്കണോമിക് പ്രോഗ്രാം റീസ്ട്രക്ചർഡ്, നോട്ട് ഓൺലി ജസ്റ്റ് എക്സ്പ്ലോയിറ്റിംഗ് എക്സിസ്റ്റിംഗ് റിസോഴ്സ്, ദേ ഹാഡ് മോർ ഡു വിത്ത് ദ അഡ്മിനിസ്ട്രേറ്റീവ് ദാൻ വിത്ത് എക്കോണമി. അപ്പോൾ സമ്പദ്ഘടനയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായും നല്ലൊരു സ്ട്രക്ചറും ഒരു പോളിസിയും ഒക്കെ ആരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, മൗര്യ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും അശോകൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. Agriculture and non-agriculture sector provide enormous resources, fuel the growth of development of the city. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കാർഷികേതര മേഖല നല്ല രീതിയിൽ എന്ത് ചെയ്തിരുന്നു, സാമ്പത്തിക ഉറവിടമായിരുന്നു. രാജ്യത്തിൻ്റെ വികാസത്തിനും നഗരങ്ങളുടെ പുരോഗതിക്കും ഈ 2 മേഖലയും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്കവേഷൻ ഓഫ് അർബൻ സെൻറ്റേഴ്സ് റിവീൽ റൈസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡ്യൂറിങ് ദ മൗര്യ ഇറ. അപ്പോൾ ജീവിത നിലവാരത്തിന് ഉയർച്ചയുണ്ടായൊരു കാലഘട്ടമായിരുന്നു മൗര്യ കാലഘട്ടം എന്ന് മൗര്യ കാലഘട്ടത്തിലെ നഗരങ്ങളുടെ ഉത്ഖനനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പടലിപുത്ര, രാജഗൃഹ, കസൗംബി ആൻഡ് അതർ 2 ടൗൺസ്, തക്ഷശില എന്ന് പറഞ്ഞാൽ ടാക്സില, ഉജ്ജയിനി, അമരാവതി, കാണ്ഡഹാർ, ഇങ്ങനെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ഇതിന് പ്രത്യേകതയുണ്ട്.